ഇപ്പൊ മലയാളികൾ നമ്മളെ പോലെ പുതുമുഖങ്ങളെ അംഗീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കും തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ സിനിമ കാണാൻ വരുന്നെങ്കിൽ പോലും ശരിയാണ്. പക്ഷെ ഒരു പുതുമുഖന്റെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്റർ ഓടി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ല? എങ്ങനെ ഒരു കോമഡി ചാനലിൽ വരുന്ന പടമാണോ? കോമഡി ആക്ച്വലി റൊമാൻറ്റിക് കോമഡി അതോ പൊളിറ്റിക്കലാണോ? പൊളിറ്റിക്കൽ റിലേറ്റഡ് മെയിനായിട്ട് അന്നത്തെ കാലഘട്ടമാണ്. ആ ടൈമിലുള്ള അന്നത്തെ ആൾക്കാരെങ്ങനെയാണ് ലൈക്ക് അന്നത്തെ ആ ഒരു പണ്ടത്തെ സംഭവം കാണിക്കും. വിൻറ്റേജ്. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? വർക്കലൊക്കെ എടുത്ത് വക്കം എന്ന അകത്ത് മുറി. ഇപ്പൊ നിങ്ങൾക്ക് മറക്കാനാകാത്തൊരു ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്താണ്? ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? എന്താ ഇപ്പൊ റിലീസ് ചെയ്യണ പാട്ടാണോ? അതാണോ? എന്താ റൊമാൻറ്റിക് സീൻ എടുക്കാനാണോ? പാടത്തുള്ളതാ? പിടിച്ചിറങ്ങണത് നടന്നു പോയത്. നടക്കാൻ പറ്റും. പിടിച്ച് കറക്കണ ഒരു സീൻ ഇപ്പൊ റിലീസാണ്. ഞാൻ കണ്ടായിരുന്നു. ചളിയില്ല. ആള് പിന്നെ സ്കിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡീൽ ചെയ്തു. കല്ലില് അടിപൊളിയാണ്. അങ്ങനെ എടുത്തിട്ടു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് വരികയാണ്. നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? തിയേറ്ററിൽ പോയി കാണണം. അപ്പൊ പുതുമുഖങ്ങളാണ്, സ്റ്റെപ്പാണ്, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇപ്പൊ ഫ്യൂച്ചർ പ്ലാൻ സിനിമയിൽ തന്നെ നിലനിൽക്കാനാണോ? ഏതാണ്? ബിടെക്. അല്ല ആർക്കാണ്? എങ്ങനെയായാലും കോളേജിലുള്ള ഫാക്കൽറ്റീസ് അതൊക്കെയാണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. സോ സിനിമ ഇടില്ല. അപ്പൊ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.